പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജാനുവരി മാസം 5-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമുക്ക് മുമ്പായി പോകുന്ന വലിയവനായ ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസമ്പത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസമ്പത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദൈവമക്കളുടെയും വലിയ ആഗ്രഹമാണ് ഒരു ദൈവപ്രവൃത്തി കാണുക എന്നുള്ളത്. എങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ കേൾക്കുന്ന വചനത്തിനകത്തും നാം ചിന്തിക്കുന്ന ചിന്തയ്ക്കകത്തും നിന്നുകൊണ്ട് വിശ്വസിച്ചാട്ടെ, നമുക്ക് മുമ്പായി പോകുന്ന ദൈവം. വായിച്ചു കേട്ട കുറിവാക്യം ഒരുമിച്ച് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് പകലും രാവും വഴി കാണിക്കേണ്ടതിന് അവർക്ക് മുമ്പായി വെളിച്ചമായി മേഘമായി വെളിപ്പെട്ട ദൈവം. വിശ്വസിക്കാമെങ്കിൽ നിന്റെ വഴി തുറക്കേണ്ടതിന് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യേണ്ടതിന് വേണ്ടി ഇന്ന് എൻ്റെ കർത്താവ് നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വാസ കണ്ണിൽ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് ചെല്ലാൻ പോവുകയാണ്. നിങ്ങൾ എവിടെയാണോ ചെല്ലേണ്ടത് അവിടെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മുമ്പേ ചെന്ന് വഴി തുറക്കാൻ പോവുകയാണ്. ഒരു ഗവൺമെൻറ് ഓഫീസിൽ, ഒരു ബാങ്കിൽ, അല്ലെങ്കിൽ ഒരു അധികാര സ്ഥലത്ത് നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ വചനത്തിനകത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നന്മേതകൾ കാണുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവവചനത്തിന് ദൈവത്തോട് ശക്തിയുണ്ട്. പ്രിയരെ, നാം ഓരോ ദിവസവും ചിന്തിക്കുന്ന ദൈവവചനം അനേകരുടെ കണ്ണു തുറക്കുന്നതാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. വായിച്ചു കേട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയും. നമുക്ക് മുമ്പായി ചെന്ന് ശത്രു ഒരുക്കിയിരിക്കുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും നമുക്ക് മുമ്പിൽ ഏതെല്ലാം വാതിലുകൾ തുറക്കണമോ ആ വലിയ വാതിലുകളെ, താമ്രവാതിലുകളെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് വഴിയൊരുക്കുന്ന ഒരു വലിയവനായ ദൈവം. അറിയാം, വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. താമ്രവാതിലുകളെ തകർത്ത് കളയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനാ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, അത് തുറന്നാൽ പോരെ, അത് തകർക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത്, അറിയ തുറന്നു കഴിഞ്ഞാൽ ശത്രു വീണ്ടും അത് അടയ്ക്കാൻ ചാൻസ് ഉണ്ടാ. നിനക്ക് വേണ്ടി എന്നേക്കുമായി ഞാൻ അതിനെ തകർത്ത് കളയുക. ഇനി ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം
ഞാനതിനെ തകർത്ത് കളയുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ആ ജോലിയുടെ വഴി തുറന്നാൽ, നിനക്ക് വേണ്ടി ആ രോഗസൗഖ്യം ദൈവം തന്നാൽ, നിനക്ക് വേണ്ടി ആ ഭവനത്തിൻ്റെ നന്മ വെളിപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇനി ഒരു ശത്രുവിനും അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കർത്താവ് ആ താമ്രവാതിൽ തകർത്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാത സന്ദേശത്തിൽ ധൈര്യപ്പെട്ടാട്ടെ. ഭയപ്പെട്ടിരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ശത്രുവിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മലയുടെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഈ പ്രഭാത സന്ദേശത്തിൽ ദൈവം ഒരു വാക്യം കൂടെ സംസാരിക്കുകയാണ്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 6-ാമത്തെ വാക്യം. ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ പ്രഭാതത്തിൽ എല്ലാവരും ഈ വചനത്തിന് ആമേൻ പറയണം. ദൈവം എന്നോട് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയാം, ബലവും ധൈര്യമുള്ളവരായിരിക്കുക. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വരികയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ പറയും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവൻ വാക്കുമാറാത്തവനാണ്. ഞാൻ എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ ജയം പ്രാപിക്കാൻ പോവുകയാണ്. ഇനി പേടിക്കുന്ന അനുഭവമല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. പൗലോസ് പറഞ്ഞ ഒരു പദം നിങ്ങൾ നോക്കേ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ, കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോ മിനിറ്റും മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ. പ്രിയരെ, കർത്താവ് നിങ്ങളെ മാനിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു പദം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. 16-ന്റെ 8-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. നിങ്ങളെ കുലുക്കുമെന്ന് പറയുന്ന, നിങ്ങളെ തകർക്കുമെന്ന് പറയുന്ന എല്ലാത്തിനകത്തും ഈ പ്രഭാതം ഒരു ജയമായി തീരുകയാണ്. എങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് അടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾക്ക് മുമ്പായി ചെന്ന് വഴികളെ തുറക്കുന്നതിനായിട്ട് ഇന്ന് അത്ഭുത സാക്ഷികൾ വെളിപ്പെടട്ടെ. കർത്താവ് അനേകർക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായി മാമി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒരു അറിയിപ്പ് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമേ. വലിയ ദൈവ പ്രവർത്തികൾ ഈ ദിവസങ്ങൾ കാണുവാനായിട്ട്. കർത്താവിൻ്റെ വലിയ കരുതൽ വെളിപ്പെടട്ടെ. ആമേൻ.